ത്തിലെ ഫല പ്രഖ്യാപനത്തിനായിട്ട് ബഹുമാനപ്പെട്ട ജഡ്ജ് പ്രമുഖ സിനിമാ പ്രവർത്തകനും നാടക പ്രവർത്തകനുമായ പ്രമോദ് പയ്യന്നൂർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ പ്രിയപ്പെട്ടവരെ, ഈ വേദിയുടെ പേര് കർണികാരം എന്നാണ്. ഉണങ്ങിക്കരിഞ്ഞെന്ന് തോന്നുന്ന വൃക്ഷശാഖികളിൽ പിന്നെയും സ്വർണ്ണ നിറത്തോടെ കണിക്കൊന്നകൾ പൂക്കുന്നത് പോലെ കർണികാരത്തിൻ്റെ രംഗവേദിയിൽ രാവിലെ മുതൽ ഇതുവരെ വളരെ തിളക്കമുള്ള രംഗാവതരണങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല എന്ന് പറഞ്ഞത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ കവി അയ്യപ്പ പണിക്കർ സാറാണ്. ഇത് ഏത് സർഗാത്മകതയ്ക്കും പുതിയ കാലത്തിൻ്റെ പ്രതിസന്ധികളോട് ചെറുത്ത് നിന്ന് പൂക്കാതിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ മാനവികതയുടെ, സ്നേഹത്തിൻ്റെ, സഹിഷ്ണുതയുടെ, സമഭാവനയുടെയൊക്കെ വലിയ ആകാശങ്ങളാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ നമ്മുടെ രംഗവേദിയിൽ സാർത്ഥകമാക്കിയത്. വലിയ സന്തോഷമുണ്ട്. 2 വർഷം മുൻപേ നൊബേൽ പ്രൈസിന് അർഹനായ യോൺ ഒലാവ് ഫൊസെ എന്ന നോർവേജിയൻ നാടകകൃത്ത്, അദ്ദേഹം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറിയ നാടകങ്ങൾ ഒരുപാട് എഴുതിയതാണ് നിങ്ങൾക്കറിയാം. ശബ്ദമില്ലാത്തവരുടെ, നിശബ്ദമാക്കപ്പെടുന്നവരുടെ നിലവിളികളെ ഏറ്റെടുത്ത പ്രമേയങ്ങളാൽ ധന്യമായിരുന്നു നമ്മുടെ അരങ്ങ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അരങ്ങിൽ പ്രവർത്തിച്ചവർക്ക്, അണിയറയിൽ പ്രവർത്തിച്ചവർക്ക്, നാടകത്തെ ഏറെ സ്നേഹിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ, അതോടൊപ്പം എൻ്റെ കൂടെ ഇവിടുത്തെ വിധികർത്താക്കളായ അഡ്വക്കേറ്റ് താര, പ്രവീൺ രാജ്, ഞങ്ങളുടെ ബിഗ് സല്യൂട്ട് ഓരോ കുഞ്ഞുങ്ങൾക്കും സ്നേഹപൂർവ്വം നേരുന്നു. റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിലേക്ക് കടക്കുകയാണ്. ഇതിൽ അപ്പീൽ മുഖാന്തിരം വന്ന കോഡ് നമ്പറുകൾ അതിൻ്റെ നിയമവ്യവസ്ഥ പ്രകാരമാണ് അത് ഫൈനലൈസ് ചെയ്യുക. അത് ഇവിടുത്തെ അനുമതിയോടുകൂടി ആ നമ്പർ കൂടി വായിക്കുന്നുണ്ട്, ഗ്രേഡ് അറിയിക്കുന്നുണ്ട്. കോഡ് നമ്പർ 602 ബി ഗ്രേഡ്, കോഡ് നമ്പർ 603 എ ഗ്രേഡ്, കോഡ് നമ്പർ 604 എ ഗ്രേഡ്, കോഡ് നമ്പർ 605 എ ഗ്രേഡ്, കോഡ് നമ്പർ 606 എ ഗ്രേഡ്, കോഡ് നമ്പർ 608 എ ഗ്രേഡ്, കോഡ് നമ്പർ 609 എ ഗ്രേഡ്, കോഡ് നമ്പർ 610 എ ഗ്രേഡ്, കോഡ് നമ്പർ 611 എ ഗ്രേഡ്, കോഡ് നമ്പർ 612 എ ഗ്രേഡ്, കോഡ് നമ്പർ 613 എ ഗ്രേഡ്, കോഡ് നമ്പർ 614 എ ഗ്രേഡ്, കോഡ് നമ്പർ 615 എ ഗ്രേഡ്, അതുപോലെ തന്നെ കോഡ് നമ്പർ 601, കോഡ് നമ്പർ 617 എന്നീ 2 രംഗാവതരണങ്ങളും എ ഗ്രേഡിന് അർഹമായിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി, അതുപോലെ ഇതിന് സാക്ഷ്യം വഹിച്ച പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇനി അനൗൺസ് ചെയ്യാനുള്ളത് മികച്ച അഭിനേതാവിൻ്റെയും അഭിനേത്രികളുടെയും പേരുകൾ കൂടിയാണ്. അഭിനയരംഗത്ത് മറ്റൊരു സന്തോഷം, നല്ല മാറ്റുരക്കലായിരുന്നു. വളരെ മൈന്യൂട്ടായിട്ടുള്ള അഭിനയത്തിൻ്റെ എക്സ്പ്രഷനായാലും ജസ്റ്റേഴ്സ് ആയാലും രംഗസഞ്ചാരങ്ങളായാലും ബോഡി ലാംഗ്വേജിലൂടെയും ഒക്കെ കുട്ടികൾ കഥാപാത്രത്തെ അതുപോലെ ഉൾക്കൊണ്ടു വളരെ തന്മയത്വത്തോടെ ഓരോ ആക്ടിങ് ശൈലിയും എന്താണോ പ്രമേയം ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചുള്ള അഭിനയത്തിൻ്റെ മിഴിവിനാൽ സമ്പന്നമായിരുന്നു അരങ്ങ്. മികച്ച അഭിനേതാക്കളായി അതുകൊണ്ട് തന്നെ 2 പേര് നമ്മൾക്ക് കണ്ടെത്തേണ്ടി വന്നിട്ടുണ്ട്. കോഡ് നമ്പർ 603 പോക്ക് എന്ന നാടകത്തിലെ ഷിൻഡോ, അതുപോലെ കോഡ് നമ്പർ 617 തട്ടം എന്ന നാടകത്തിലെ തെയ്യക്കാരൻ, കോലക്കാരൻ്റെ വേഷമിട്ട അഭിനേതാവ്. ഇതിനൊപ്പം സ്പെഷ്യൽ ജൂറി മെൻഷൻ എന്നുള്ള രീതിയിലും 2 അഭിനേതാക്കൾ ഞങ്ങളുടെ മുന്നിൽ തിളക്കത്തോടെ നിൽക്കുന്നുണ്ട്. 610 കാട്ടറുതി എന്ന നാടകത്തിലെ ഭൂമി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച അഭിനേതാവ്.
കോഡ് നമ്പർ 609 കുടുക്ക് എന്ന നാടകത്തിലെ വളരെ മനോഹരമായി കോമഡി വേഷം ചെയ്ത കേശു നായർ എന്ന അഭിനേതാവ്. അടുത്തത് മികച്ച അഭിനേത്രികളാണ്. കോഡ് നമ്പർ 601 ഇരവി എന്ന നാടകത്തിലെ ഇരവി. അതുപോലെ കോഡ് നമ്പർ 603 പോക്ക് എന്ന നാടകത്തിലെ അന്നക്കുട്ടി. രണ്ടുപേരാണ് മികച്ച അഭിനേത്രി പുരസ്കാരങ്ങൾക്ക് അർഹരായത്. സ്പെഷ്യൽ ജൂറി പരാമർശം അഭിനേത്രികളുടെ കാര്യത്തിലുമുണ്ട്. രണ്ടുപേരാണ് സ്പെഷ്യൽ ജൂറി അഭിനേത്രികളുടെ പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത്, അംഗീകാരത്തിന് അർഹരായിരിക്കുന്നത്. കോഡ് നമ്പർ 612 കുരിശ് എന്ന നാടകത്തിലെ വീട്ടമ്മ. അതുപോലെ തന്നെ കോഡ് നമ്പർ 614 മാട്രിമോണിയിലെ രാധിക. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം, നന്ദി, ശുഭരാത്രി.